ഇന്ന് നമുക്ക് ഒരു കുഞ്ഞ് അൺബോക്സിങ് വീഡിയോ കണ്ടാലോ. നമ്മുടെ ഈ ചാനലും വർക്കൊക്കെ തുടങ്ങിയപ്പോൾ മുതൽ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ്. അങ്ങനെ നമ്മളും മേടിച്ച് മക്കളെ ഒരു ഗ്ലൂ ഗണ്ണ്, ചെറിയൊരു സർപ്രൈസ് ഗിഫ്റ്റ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യ. അങ്ങനെ സംഭവം വേഗം തന്നെ കടിച്ച് പറിച്ച് വലിച്ച് കീറിയൊക്കെ നമ്മൾ തുറന്നെടുത്ത്, ഈ ഒരു ചെറിയ സാധനമാണ് ഇത്ര വലിയ കാര്യമായിട്ട് അൺബോക്സിങ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് കാണിക്കണതെന്ന് വിചാരിക്കരുത്. കാരണം നമ്മൾ മേടിക്കാനായിട്ട് അത്രയും ആഗ്രഹിച്ചൊരു സാധനം നമുക്ക് ഓർക്കാപ്പുറത്ത് ഇങ്ങോട്ട് കിട്ടുമ്പോൾ ഒരു സന്തോഷം ഉണ്ടാവില്ലേ? എൻ്റെ ആ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണ്ടേ. കിട്ടുന്ന ഐറ്റത്തിൻ്റെ സൈസ് ചിലപ്പോൾ ചെറുതായിരിക്കും, പക്ഷെ അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോഴുള്ള സന്തോഷം ഉണ്ടല്ലോ, അത് വളരെ വലുതായിരിക്കും. അങ്ങനെ ഞാനത് കണ്ട് ആത്മനിർവൃതി അണഞ്ഞതിന് ശേഷം നമ്മുടെ ഹെൽപ്പർ ചെക്കനെ കൂടി ഒന്ന് കാണിക്കണമല്ലോ. അങ്ങനെ സംഭവം ചെക്കൻ്റെ കയ്യിൽ കിട്ടി. പുള്ളിയുടെ സൂക്ഷ്മമായ പരീക്ഷണങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്താണെന്നറിയില്ല, പിന്നീട് അതൊരു യുദ്ധക്കളവായിരുന്നു. ഞാൻ ചെക്കൻ്റെ കൊടുത്തത് ഗ്ലൂ ഗണ്ണാണോ അതോ AK-47 ആണോ ഒരു നിമിഷം ഞാനൊന്ന് ചിന്തിച്ചായിരുന്നു. അങ്ങനെ യുദ്ധമൊക്കെ ഒരുവിധം ഒന്ന് അവസാനിപ്പിച്ച് ചെക്കൻ്റെ കയ്യിൽ നിന്ന് നമ്മുടെ സാധനം തിരിച്ചിങ്ങോട്ട് മേടിച്ച് നമുക്ക് ഉദ്ഘാടനം നടത്തണ്ടേ. അങ്ങനെ ഗ്ലൂ സ്റ്റിക്കൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് തിരികെ കയറ്റി നമ്മളതിൻ്റെ പവർ ബട്ടൺ ഓൺ ആക്കിയപ്പോൾ സംഭവം വർക്ക് ചെയ്യുന്നില്ല. മനസ്സിലൊരു വെള്ളിടി വെട്ടിയെങ്കിലും തിരിഞ്ഞു നോക്കിയപ്പോൾ നമ്മൾ സ്വിച്ച് ബോർഡ് ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ലൈറ്റിംഗ് സെറമണിയൊക്കെ കണ്ടപ്പോഴാണ് നമ്മുടെ മനസ്സിനൊരു ആശ്വാസമായത്. അങ്ങനെ സംഭവം കയ്യിൽ കിട്ടിയ സ്ഥിതിക്ക് ഇതുകൊണ്ട് തന്നെ ആവട്ടെ ഇന്നത്തെ ക്രാഫ്റ്റ് എന്നാണ് നമ്മൾ വിചാരിച്ചത്. ഗ്ലൂ ഗൺ കിട്ടിയതിൻ്റെ സന്തോഷം കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല, ഈ വർക്ക് ചെയ്യണ സമയത്ത് എൻ്റെ ബുദ്ധിപരമായ നീക്കങ്ങളൊക്കെ ഉപയോഗിക്കാൻ ഞാൻ എവിടെയോ മറന്നുപോയി. കുറച്ച് വള്ളിച്ചെടിയൊക്കെ സെറ്റാക്കി ഡെക്കോറായിട്ട് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. അങ്ങനെ ഈ ഗ്ലൂ സ്റ്റിക്ക് ഞാൻ നേരെ ഉരുക്കിയിട്ടത് ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്കായിരുന്നേ. ഇത് സാധനം ചൂടാണെന്നും അത് പ്ലാസ്റ്റിക്കിൽ ഉരുക്കി പിടിക്കുമെന്നും സാധനം നമ്മുടെ കയ്യിൽ കിട്ടിയ സന്തോഷത്തിൽ ഞാൻ അതങ്ങോട്ട് ഓർത്തില്ല. അങ്ങനെ വള്ളിച്ചെടിയുടെ ഒരെണ്ണമൊക്കെ നമ്മൾ കംപ്ലീറ്റ് ആക്കി അതൊന്ന് ഉണങ്ങി കിട്ടാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണായിരുന്നു. ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്തെങ്കിലും ഞാൻ ഈ കാര്യമൊക്കെ ഒന്ന് ഓർക്കണ്ടേ. അപ്പോഴും എൻ്റെ തലയിലെ ആ ബുദ്ധിയൊന്നും ഉദിച്ചു വന്നില്ല. അങ്ങനെ അത് പീൽ ചെയ്തെടുക്കുന്ന ടൈമിലാണ് എനിക്ക് കാര്യം പിടികിട്ടിയത്. സംഭവം എന്തായാലും കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അങ്ങനെ ഉദ്ഘാടന ദിവസം തന്നെ നമ്മുടെ വർക്ക് എന്തായാലും ചീറ്റിപ്പോയിട്ടുണ്ട്. കുറച്ച് വിഷമമൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു അറ്റംപ്റ്റ് പാളിപ്പോയെന്ന് വിചാരിച്ച് ഞാനങ്ങനെ തളർന്നു പോയൊന്നുമില്ല. പൂർവാധികം ശക്തിയോടെ ഞാൻ എന്തായാലും തിരിച്ചു വരും. അപ്പം എന്തായാലും ഇനി അതിനുള്ള ശക്തിയൊക്കെ ഒന്ന് സംഭരിച്ചിട്ട് വരാം. എന്തായാലും പിന്നെ കാണാം. ബായ്.